ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ചാപ്റ്റർ 10 ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ. നമുക്ക് ആദ്യം തന്നെ ഒരു കുടുംബാംഗങ്ങളുടെ സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. ചെലവുകൾ, ചെലവെന്ന് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത്? ഒരു കുടുംബത്തിലെ ചെലവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോൺവെർസേഷൻ നോക്കാം. ചിട്ടി കിട്ടിയാൽ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാം, ബാക്കി പണം നമുക്ക് ബാങ്കിൽ നിക്ഷേപിക്കാം. ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടുണ്ട്, അച്ഛൻ്റെ മരുന്നിനും കറണ്ട് ബില്ലിനുമുള്ള പണം ഞാൻ അമ്മയെ ഏൽപ്പിക്കാം. സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണവും തിരിച്ചു കൊടുക്കണം. അമ്മുവിന് ഉടുപ്പ് ഞാൻ വാങ്ങിക്കൊള്ളാം, ചിട്ടിയും അടയ്ക്കണം. പിന്നെ ചേട്ടാ, നാളെ അമ്മുവിൻ്റെ പിറന്നാളാണ്, ഒരു ഉടുപ്പ് വാങ്ങേണ്ടേ? അച്ഛൻ്റെ മരുന്ന് തീർന്നിട്ടുണ്ട്, കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്, ചിട്ടിക്ക് പണം അടയ്ക്കണം. അപ്പോൾ ചിലവിനകത്ത് കുറേ പറയുന്നുണ്ട്. ചിട്ടിയുടെ ഇത്, പിന്നെ കറണ്ട് ബില്ലിൻ്റെ അടയ്ക്കണം, പിന്നെ കുട്ടിക്കുള്ള ഉടുപ്പ് വാങ്ങാനുള്ള പൈസ, അങ്ങനെ കുറേ ചിലവുകളും ഉണ്ട്. അപ്പോൾ നിത്യജീവിതത്തിൽ നമുക്ക് പലതരം ചിലവുകളും പലതരം വരുമാനങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് കുടുംബത്തിൻ്റെ കുടുംബ ചെലവ് എന്താണ്? ഒരു കുടുംബം ഭക്ഷ്യ ഉപയോഗത്തിനും, അതായത് ഫുഡ് കൺസംഷനും, ഭക്ഷ്യേതര ഉപഭോഗത്തിനും, അതായത് ഫുഡ് കൺസംഷനും നോൺ ഫുഡ് കൺസംഷനും. ഇതിൽ തന്നെ ഇതിനകത്ത് ഭക്ഷ്യ ഉപഭോഗം അല്ലാതെ തന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? കടം വീട്ടൽ, ഉടുപ്പ് വാങ്ങൽ, പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കൽ, ഇതൊക്കെ ഫുഡിന് വേണ്ടിയിട്ടുള്ളതല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടിയും അല്ലാതെയും നമ്മൾ ചിലവാക്കുന്നുണ്ട്. ഒരു നിശ്ചിത കാലയളവിൽ ചിലവഴിക്കുന്ന ആകെ തുകയാണ്, ഒരു കുടുംബത്തിൽ ചിലവഴിക്കുന്ന ആകെ തുക എന്ന് പറയുന്നു കുടുംബ ചെലവ് എന്ന് പറയുന്നു. കുടുംബത്തിലെ എല്ലാ ചെലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കുടുംബ ചെലവുകളെ രണ്ടായി തരംതിരിക്കാം. എങ്ങനെയാണ്? പ്രതീക്ഷിത ചെലവെന്നും അപ്രതീക്ഷിത ചെലവുകളെന്നും. നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവ്. പ്രതിമാസം, പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കുന്നു. അതായത് ഇപ്പോൾ ഈ കോൺവെർസേഷനകത്ത് പറഞ്ഞിട്ടുള്ളതിനകത്ത് തന്നെ ആഹാരം, വൈദ്യുത ബില്ല്, ചിട്ടി, അതൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചിട്ടുള്ള ചിലവുകളാണ്. പിന്നെ ഓരോ മാസവും അടയ്ക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇടവിട്ടുള്ള മാസങ്ങളിൽ അടയ്ക്കേണ്ടതാണ് എന്നുള്ള രീതി നമുക്ക് അത് അറിയാവുന്നതായിരിക്കും. അപ്പം നമുക്കത് മുൻകൂട്ടി ആലോചിച്ച് സ്വരുക്കൂട്ടി വെക്കാൻ പറ്റും. ഇനി അപ്രതീക്ഷിത ചിലവുകളുണ്ട്. എക്സാമ്പിൾ, ഹോസ്പിറ്റൽ കേസൊക്കെ പെട്ടെന്ന് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ ചിലവാകും, അധികം ചിലവാകും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി കൂടുതൽ. അപ്പം നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചെലവുകളെയാണ് അപ്രതീക്ഷിത ചെലവുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമാണ് പ്രകൃതിക്ഷോഭം, പിന്നെ രോഗങ്ങൾ തുടങ്ങിയവ. പിന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നതും, പിന്നെ മരണം, പിന്നെ ഈ സാധനങ്ങൾക്കൊക്കെ വിലയൊക്കെ വർദ്ധിക്കുമ്പോൾ അതൊക്കെ പെട്ടെന്നുണ്ടാകുന്ന വർധനമൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവിന് കാരണമാക്കും. ഇപ്പോൾ അത് തന്നെ പട്ടിക കൊടുത്തിട്ടുണ്ട്, പ്രതീക്ഷിത ചെലവും അപ്രതീക്ഷിത ചെലവും. പ്രതീക്ഷിത ചെലവ് എന്താണ്? ഈ വേറെ എന്തൊക്കെയാണ്? സാധനങ്ങളൊക്കെ, ഗ്രോസറിയൊക്കെ മേടിക്കുന്നതും, പിന്നെ വിനോദം, യാത്ര, ഫോണിനൊക്കെ ചാർജ് ചെയ്യാനും, പിന്നെ നെറ്റ് ചാർജ് ചെയ്യാനും, പത്രം, പിന്നെ പാല്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾക്ക് നമുക്ക് അത് പ്രതീക്ഷിക്കുന്ന ചിലവുകളായിരിക്കും. ഓരോ മാസത്തിൽ ഇത്ര രൂപ വേണമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇനി കുടുംബ വരുമാനം നോക്കാം. ഇത് ചെലവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി കുടുംബ വരുമാനം. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. കുടുംബ വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയും. ഈ കുടുംബ ബജറ്റ് എന്താണ്? നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ്. പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കാവുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ കഴിയും.
അപ്പോൾ നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കാൻ. കൃത്യമായ ഇടവേളകളിൽ ബജറ്റിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണമെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇനി അപ്രതീക്ഷിത വില വർധനവ് എങ്ങനെയാണ് കുടുംബ ബജറ്റിനെ ബാധിക്കുന്നതെന്ന് മുകളിൽ നൽകിയിരിക്കുന്ന സംഭാഷണത്തിലൂടെ മനസ്സിലാകും. ദാണ്ട് ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ചയായാലും സ്റ്റോക്ക് എത്താൻ വൈകി, വിലയിലും ചെറിയ വർധനവുണ്ട്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെ വില വർദ്ധിപ്പിച്ചാൽ എന്തു ചെയ്യും? ഇവിടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പടി ഞങ്ങൾക്കല്ലേ അറിയൂ. അപ്പോൾ അപ്രതീക്ഷിത വില വർധനവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതുപോലെ നമുക്കും ഉണ്ടാവും ഇല്ലേ, വൈദ്യുത നിരക്ക് വർധനവുണ്ടാവും, അതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമാണ്. അപ്പോൾ വരവ് ചെലവിനേക്കാൾ കൂടുതലാവുകയോ വരവും ചെലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്. ഈ കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നാണ്. പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുക, ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യാൻ നോക്കുക, പിന്നെ പൊതുവിതരണ സംവിധാനങ്ങളും ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും? വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, മിതവ്യയ ശീലം, പിന്നെ വരവിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കുന്നു. ഇനി പൊതുചെലവ്. ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു. ജൽജീവൻ മിഷൻ പദ്ധതി. കുടിനീർ ക്ഷാമം തീർക്കാൻ ഫണ്ട്. സർക്കാർ നടപ്പിലാക്കിയ വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ വാർത്താ തലക്കെട്ടുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. സർക്കാരിന് ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. അവ കൂടാതെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചെലവഴിക്കുന്നത്? ശമ്പളം, ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾ, പലിശ, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, പിന്നെ പ്രതിരോധ ചെലവുകൾ. അതൊക്കെ വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവുകൾ എന്ന് പറഞ്ഞത്. വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നതിനനുസരിച്ച് പൊതുചെലവുകളും വർദ്ധിക്കും. അപ്പം വികസന ചെലവുകൾ എന്താണ്? രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവും വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകൾ എന്ന് വിളിക്കുന്നു. ഇവ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപ്പാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. വികസന ചെലവുകളെയാണ് ഉൽപ്പാദന ചെലവുകൾ എന്നറിയപ്പെടുന്നത്. റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാലയങ്ങൾ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവുകളായി കണക്കാക്കുന്നത്. ഇനി വികസനേതര ചെലവുകളോ? നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. രാജ്യ താൽപ്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ. അതായത് പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കുള്ള ചെലവുകൾ ഇതിൽ പെടുന്നു. ഇനി വികസന ചെലവുകളും വികസനേതര ചെലവുകളും ഇതിനകത്ത് കുറേ കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് പട്ടികയിലായിട്ട് പൂരിപ്പിക്കാനെന്നാണ് പറയുന്നത്. 2018-19 മുതൽ 2022-23 വരെയുള്ള 5 വർഷത്തെ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുചെലവുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. 2022-23 കാലഘട്ടത്തിൽ 41.88 ലക്ഷം കോടിയാണ് ചെലവെന്ന് പറയുന്നത്, പൊതുചെലവ്. ഇനി പൊതുവരുമാനം. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന്
ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനത്തെയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. ഇത് സർക്കാർ ബജറ്റിലെ ഒരു പ്രധാന ഘടകമാണ്. സർക്കാരിന്റെ വരുമാന മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ. പ്രധാനമായി 2 സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത്. ചുവടെ നൽകിയിരിക്കുന്ന ചാർട്ട് ശ്രദ്ധിക്കുക. എന്താണ് പൊതുവരുമാനം? നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനമുണ്ട്. നികുതി വരുമാനം എന്താണ്? നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം എന്നാണ്. അത് തന്നെ 2 ഉണ്ട്, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. പ്രത്യക്ഷ നികുതി എന്താണ്? നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ കൊടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ ഉദാഹരണമാണ്. അപ്പോൾ പ്രത്യക്ഷ നികുതി, ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ് ആദായ നികുതിയും കെട്ടിട നികുതിയും ഒക്കെ. നികുതി ചുമത്തപ്പെടുന്ന ആൾ തന്നെയാണ്, അതായത് നികുതിദായകർ തന്നെ നികുതി ഭാരം വഹിക്കുന്നു. ഇനി പരോക്ഷ നികുതി എന്താ? ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നത്. അതാണ് വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവ ഉദാഹരണമാണ്. ഇനി നികുതിയേതര വരുമാനം എന്താണ്? നികുതിയിലൂടെ അല്ലാതെ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. ഉദാഹരണം ഫീസ്, പിഴ, ഗ്രാന്റ്, ലാഭം, പലിശ എന്നിവയൊക്കെ. നികുതി എന്താണ്? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു. ഇനി ചരക്ക് സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്താണ്? രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിൽ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അഥവാ GST. എന്നാൽ നിലവിൽ വന്ന 2017 ജൂലൈ 1 രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരമാണ് വന്നത്. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. നിലവിൽ 0%, 5% ഈ 12, 28 ഉപ്പില്ലേ 0, 5, 18 എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് GST നൽകേണ്ടത്. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. കാലാനുസൃതമായി GST നിരക്കിൽ മാറ്റം വരുത്താവുന്നതാണ്. ഈ തലക്കെട്ട് നോക്കിക്കേ. ഇന്ന് കേന്ദ്ര ബജറ്റ് പ്രതീക്ഷയോടെ സംസ്ഥാന ബജറ്റ് അവതരണം ഇന്ന് നിയമസഭയിൽ. ഇനി ബജറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും. അപ്പോൾ ബജറ്റ് എന്താണെന്ന് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. സാമ്പത്തിക വർഷം എന്നാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ്. ബജറ്റ് പലതരമുണ്ട്. വരവ് ചെലവുകളുടെ അടിസ്ഥാനത്തിൽ ബജറ്റിനെ 3ആയി തരംതിരിക്കാം. മിച്ച ബജറ്റ്, സന്തുലന ബജറ്റ്, കമ്മി ബജറ്റ്. മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ വരവ് കൂടുതൽ ചെലവ് കുറവ്, അതിനെയാണ് മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. സന്തുലിത ബജറ്റ് എന്ന് വെച്ചാൽ വരവും ചെലവും തുല്യമായിരിക്കും. കമ്മി ബജറ്റ് എന്ന് വെച്ചാൽ വരവ് കുറവും ചെലവ് എന്നാൽ കൂടുതലും ആയിരിക്കും. ഇനി ബജറ്റിന്റെ ഉത്ഭവം എന്താണ്? ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്ക് വന്നത്. അതായത് ബോഗറ്റ്, ഫ്രഞ്ച് വാക്കിൽ ബോഗറ്റിൽ നിന്നാണ് ബജറ്റ് എന്ന് പറയുന്ന വാക്ക് ഉത്ഭവിക്കുന്നത്. ചെറിയ ബാഗ് അഥവാ സഞ്ചി എന്നാണ് ഇതിന്റെ അർത്ഥം. സർക്കാരിന്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത്. 11ാം നൂറ്റാണ്ടിലാണ് ബജറ്റിന്റെ ആദ്യ അവതരണം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയായ R.K. ഷൺമുഖം ചെട്ടിയായിരുന്നു. R.K. ഷൺമുഖം ചെട്ടി, അദ്ദേഹത്തിന്റെ പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. ഇനി പൊതുകടം, പബ്ലിക് ഡെപ്റ്റ് എന്താണ്? വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെന്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് പൊതുകടം എന്ന് പറയുന്നത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടം, രാജ്യത്തിനകത്തു നിന്ന് വാങ്ങുന്നതാണ് ആഭ്യന്തര കടമെന്നും, പിന്നെ പുറത്താണെങ്കിൽ
വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ആഭ്യന്തര കടം എന്താണ്? രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. വിദേശ കടം വിദേശ ഗവൺമെന്റുകളിൽ നിന്ന് അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം. വിദേശ ഗവൺമെന്റുകൾ അന്തർദേശീയ സ്ഥാപനങ്ങൾ ഇത്തരം വായ്പകളുടെ ഉൽപാദനക്ഷമമായ ഉപയോഗം വികസനക്ഷേമങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. ഇനി ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി എന്താണ്? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെക്കുറിച്ചുള്ള സമഗ്രമായ സർക്കാർ നയമാണ്. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെന്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണിത്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധികാര ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ഇനി സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാനം, രാജ്യം എന്നിവ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്നത് വഴി വികസനക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിലും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും സഹായിക്കുന്നു. ഇത്രയായിരുന്നു ചാപ്റ്റർ. ഇതിനകത്ത് ജി എസ് ടിയുടെ ഭേദഗതി എത്രയായിരുന്നു? 101 ഭേദഗതിയായിരുന്നു എന്നാണ് നിലവിൽ വന്നത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2017 ജൂൺ 1. പിന്നെ ബജറ്റ് എന്ന വാക്ക് ഉത്ഭവിച്ചത് ബോഗറ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച ആരാണ്? ആർ.കെ. ഷൺമുഖൻ ഷെട്ടി. ആരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്? ആരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്? ധനകാര്യമന്ത്രി ആയിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫിസ്ക്കൽ പോളിസിയുടെ പ്രത്യേകതകൾ, ലക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വരുമാനത്തെ എത്രയായി? പൊതുവരുമാനം, നികുതി വരുമാനമെന്നും നികുതിയേതര വരുമാനമെന്നും തിരിച്ചിട്ടുണ്ട്. നികുതി വരുമാനത്തെ തന്നെ രണ്ടായി തിരിക്കുന്നു: പ്രത്യക്ഷ നികുതിയെന്നും പരോക്ഷ നികുതിയെന്നും. പൊതുചെലവ് വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും രണ്ടായി തരംതിരിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ചെലവുകൾ എന്തൊക്കെയാണെന്നും വരുമാനം എന്താണെന്നും കുടുംബ ചെലവിനെ എങ്ങനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്: പ്രതീക്ഷിത ചെലവെന്നും അപ്രതീക്ഷിത ചെലവെന്നും ഒക്കെ ഉള്ള അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. നല്ല പോലെ ഈ ചാപ്റ്റർ വായിക്കണം, റിപ്പീറ്റായിട്ട് കേൾക്കണം. ഇത്രയാണ്. താങ്ക് യു.